ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്ത്യയിലുണ്ട്. CPM-ന്റെ പോഷക സംഘടനയോ യുവസംഘടനയോ ഒന്നും അവർ അവകാശപ്പെടുന്നില്ലെങ്കിലും CPM-ന് പ്രത്യേകിച്ച് യുവജന സംഘടനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ തന്നെയാണ് അവരുടെ യുവജന സംഘടന എന്ന് നമുക്ക് ഗണിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിന്റെ തലപ്പത്ത് ലുട്ടാപ്പി എന്നറിയപ്പെടുന്ന AA റഹീം വന്നതോടെ തൊട്ടിടത്തെല്ലാം പൊട്ടുന്ന ഒരവസ്ഥ. ഈ AA റഹീം എവിടെയൊക്കെ പോയി ഏതൊക്കെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ തിരിച്ചടികൾ താങ്ങാൻ പറ്റാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് ഡിഫി എക്സ്പ്രസ് ഇന്നലെ പുറപ്പെട്ടത്. അതാ ഇന്ന് പുറപ്പെടുമെന്നും എനിക്കറിയത്തില്ല, ഇന്നലെ പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പൊന്നാനിയിൽ നിന്നും വയനാട് നിന്നും ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഡിഫി പ്രവർത്തകർ ഒരു ട്രെയിനിൽ യാത്ര പോവുകയാണ്. അവർക്ക് എല്ലാവർക്കും ഇന്നലെ യാത്രയയപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മിക്കവാറും കയറിയിട്ടുണ്ടാണോ ഒരു ട്രെയിനിൽ? അഥവാ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ വഴിയിലിറങ്ങി തിരിച്ചു വരേണ്ടതായിരിക്കും ഡിഫിയുടെ യോഗം എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് പോയിക്കുന്നത്, തിരിച്ചു വരും, സംശയമൊന്നുമില്ല. സംഭവിച്ചത് പാർട്ടികളുടെ സമരത്തിൽ ചേരാൻ വേണ്ടിയിട്ട്, പിന്തുണ പ്രഖ്യാപിക്കാനല്ല, പാർട്ടികളുടെ സമരത്തിൽ ചേർന്ന് ആ സമരത്തെ തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേരളത്തിൽ നിന്നും പാർട്ടികളുടെ അനിയന്മാർ, കൊച്ചു പാർട്ടികൾ. ഈ പാർട്ടികൾ കയറിയ ട്രെയിൻ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും പാർട്ടികളുടെ സമരം അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. പൂരം പിറ്റേന്ന് പൂരപ്പറമ്പ് സന്ദർശിക്കുന്ന കുട്ടികളുടെ അതേ അവസ്ഥയായിരിക്കും കേരളത്തിലെ ഡിഫി കുഞ്ഞുങ്ങൾക്കുണ്ടാവുക എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല. കടുത്ത നിരാശയായിരിക്കും അവർക്കുണ്ടാവുക. ഇനി വേണമെങ്കിൽ ലുട്ടാപ്പി പറയും, ഞങ്ങളെ ട്രെയിൻ ഇവിടുന്ന് തിരിച്ചപ്പോഴേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറയും. ഞങ്ങൾ ട്രെയിൻ തിരിച്ചപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് പറയും. അതങ്ങനെ പറയാൻ മടിക്കാത്ത ആളാണ് ലുട്ടാപ്പി. എന്തായാലും യുദ്ധം അവസാനിച്ചു, രാഷ്ട്രീയ പോര് കഴിഞ്ഞു. തോറ്റവർക്ക് തോറ്റ കഥകളും ജയിച്ചവർക്ക് ജയിച്ച കഥകളും പറയാനുണ്ട്. പക്ഷേ യുദ്ധത്തിന് താറൊടുത്ത് കേരളത്തിൽ നിന്നും പോയ ഡിഫി കുഞ്ഞുങ്ങൾക്ക് ഒരു അലസിപ്പോയ യാത്രയുടെ, ഒരു അബോർട്ടഡ് ജേണിയുടെ കഥ മാത്രമേ പറയാനുണ്ടാവൂ. എന്തായാലും ഇവരെയൊക്കെ കേരളത്തിൽ നിന്ന് ട്രെയിൻ കയറ്റി വിട്ടിട്ട് ലുട്ടാപ്പി കുന്തത്തിൽ കയറി ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയെ വിറപ്പിച്ചു. നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ലുട്ടാപ്പിക്ക് വിജയത്തിന്റെ കാര്യത്തിൽ അഭിമാനിക്കാം. ഡിഫി കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് അവർക്ക് കേരള ഭവനിൽ നിന്ന് ചായയും പരിപ്പൂടെയൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ തിരിച്ചയക്കാം. എന്തായാലും ഇദ്ദേഹം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. AA റഹീം, ബിഗ് സല്യൂട്ട്.